ഇവിടുന്ന് തെറിച്ച് വെള്ളത്തിലോട്ട് പോയി ആര് ഉത്തരവാദിത്തം പറയും? കടലിലെ നടക്കുമ്പോൾ നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ. നീ ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? എന്റെ കിളി പോയി ഗൈസ്. ഞങ്ങൾ വിളിച്ച് ഉടായ്പ സെറ്റപ്പ് ആയിരിക്കുന്നു, പക്ഷെ ഒട്ടുമല്ല. ഹലോ വേൾഡ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ബ്രൈറ്റണിലേക്ക് ട്രാവൽ ചെയ്തത്. ഇതൊരു ബ്രൈറ്റൺ ഹണിമൂൺ 2 day ട്രിപ്പിൻ്റെ കുട്ടി വ്ളോഗാണ്. ഇതൊരു വിന്റർ ബീച്ച് ഡേ ആണ്. ഇന്ന് ഒട്ടും വെയിലില്ല, ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന്. ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈം ആയിരിക്കും എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ കെട്ടും പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഓഫ് ടു ബ്രൈറ്റൺ. ഞങ്ങൾ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 minutes ഒരു ബസ് എടുത്തിട്ടാണ് ഞങ്ങളുടെ സ്റ്റേയിൻ്റെ അങ്ങോട്ടേക്ക് വന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു സ്റ്റേയിൽ നിന്ന്. ആ സീ വ്യൂ കിട്ടുന്ന ഒരു റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടി. വരുന്നേക്ക് മുന്നേ ജസ്റ്റ് ഒരു ഹോം വർക്ക്സ് ഒക്കെ ചെയ്യുക, എവിടെ പോകണം, എന്തോ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കാരണം ബ്രൈറ്റണിൽ അത്യാവശ്യം നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. ഒരു വെക്കേഷൻ ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളൊന്ന് സെറ്റിലായി, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും കാറ്റായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റാണ്, എന്റെ ഇതൊന്നും നിൽക്കുന്നില്ല. അത്രയും കാറ്റുണ്ടെങ്കിൽ പോലും ഈ ബ്രൈറ്റൺ പാലസ് പിയോട് കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിലൊന്നും ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുട്ടികളും പേരൻസും എല്ലാവരും അടക്കം അവരുടെ വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി കാണുന്ന ഒരു വൺ ഓഫ് ദ പ്ലേസസ് ബെസ്റ്റ് പ്ലേസസ് ഇൻ UK എന്ന് പറയുകയാണെങ്കിൽ അതാണ് ബ്രൈറ്റൺ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ കാസിനോ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കാസിനോ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം സെക്ഷനാണ് ശരിക്കും ബ്രൈറ്റൺ പാലസ് പിയർ എന്ന് പറഞ്ഞാൽ. നല്ല യങ് മനസ്സുള്ള എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവർ ലിമിറ്റ് ചെയ്യുന്നില്ല, ഇവരുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇന്ന ഏജ് വരെ ഒന്നുമില്ല. എല്ലാവർക്കും ഇതിനകത്ത് എൻജോയ് ചെയ്യാം. പക്ഷെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കുട്ടികളെ ആണെന്ന് മാത്രം. പിന്നെ വുഡൻ ബ്ലോക്സിൻ്റെ താഴെ കൂടെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് ആ സീ കാണാൻ പറ്റും. ആ പിക്ചർ സ്കാരി ആയിരുന്നു എനിക്ക്. എനിക്ക് പേടിയാവണടാ. പക്ഷെ എത്രയൊക്കെ പേടിയാണെന്ന് പറഞ്ഞാലും ഇത് കാണാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുണ്ടാക്കിയിരിക്കുന്ന ഈ ഐഡിയയുടെ പുറകിലുള്ള എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. കടല് പേടിയില്ലാത്തവർക്ക് ഇതും പേടിയുണ്ടാവത്തില്ല. ശരി പേടിയുണ്ട്. എന്നാൽ ആ എൻഡിൽ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അധികം പോകുന്നില്ല, നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി നമ്മൾ കുറച്ചു നേരം ഒന്ന് ഈ വഴിയോരങ്ങളിൽ, ഈ കടൽ തീരങ്ങളിലൂടെ മാനസമൈന പാടി നടക്കുന്നു. ഈ ബ്രൈറ്റൺ പാലസ് പിയറിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് നോക്കുന്നത് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈറ്റിലെ ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ് ശരിക്കും. നമ്മുടെ ബിസി ലൈഫിൽ, ലണ്ടൻ ലൈഫിൽ ഒരു 2 day നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ അധികാരം പറഞ്ഞു കേട്ടിട്ടില്ല ബ്രൈറ്റൺ. ഇത് നമ്മൾ മസ്റ്റ് വിസിറ്റ് ഒരു വൺ ഓഫ് ദ പ്ലേസസ് ഇൻ UK ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എന്റെ കൈ വേദന എടുക്കണം. പിടിക്കോ? എങ്ങനെ ഇരിക്കണം? ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മഴച്ചാറിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന കോഓപ്പറേറ്റീവിൽ പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ബാക്ക് ടു ഞങ്ങളുടെ പഴയ റൂമിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തു. അന്നത്തെ ദിവസം പിന്നെ നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല, ബിക്കോസ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. 8 hours later. ഗുഡ് മോർണിംഗ് ഓൾ. ആയിട്ടുള്ള ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേ ആണിത്. സ്റ്റേയിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈറ്റൺ പാലസ് വ്യൂ കാണാൻ പറ്റും നമുക്ക്. നൈറ്റൊക്കെ ഭയങ്കര കാറ്റും മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. ഇന്നും കാറ്റും മഴയാണ് നൈറ്റ്, പക്ഷെ ഇന്ന് രാവിലെ നല്ല നോർമൽ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇത് ആക്ച്വലി നല്ല ഉച്ചയായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചെറിയൊരു കോൾഡൊക്കെ പിടിച്ച് ഇന്നലത്തെ മഴയും കാറ്റൊക്കെ കൊണ്ടിട്ട്, പക്ഷെ കുഴപ്പമില്ല. ഈ 12A എന്നുള്ള ബസ്സിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ അക്വേറിയങ്ങളിൽ ഒന്നാണ് ബ്രൈറ്റണിലുള്ള സീ ലൈഫ് അക്വേറിയം. 1872 സ്ഥാപിതമായ ഈ അക്വേറിയം ഇപ്പോഴും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന
ഒരു അക്വേറിയമാണ്. 360 ഡിഗ്രി ആംഗിളിൽ വരുന്ന ഒരു അണ്ടർ വാട്ടർ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ടണലുണ്ട്. നമുക്കതിൽ കൂടെ നമ്മുടെ സീ ലൈഫിൻ്റെ കംപ്ലീറ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് 5500 മുകളിലുള്ള സീ ലൈഫിൻ്റെ ഒരു എക്സിബിഷൻ കൂടെയാണ് ഈ അക്വേറിയം എന്നുള്ളത്. ടൂറിസ്റ്റുകളെ എന്നും ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ ബ്രൈറ്റൺ പാലസ് പിയറിൻ്റെ വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ തന്നെ ചെല്ലണം. അവിടെ ചെല്ലാൻ നമുക്ക് കാണാൻ പറ്റുന്നത് കടലിൽ നിന്ന് കുത്തി നിർത്തിയിരിക്കുന്ന ഓരോ തൂണുകൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബേസാണ് ബ്രൈറ്റൺ പാലസ് പിയറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിലാണ് അമ്യൂസ്മെൻറ്റ് പാർക്കും കാസിനോ പോലത്തെ ഒരു ഗെയിമിംഗ് സെക്ടറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ. അവിടെ സൂര്യനുണ്ടാ മേളിൽ. ഒമ്പോ നീ ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? പുറത്തോട്ട് വേടാ. തൈരുണ്ടെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ പുറത്തു വേടാ. ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അമ്യൂസ്മെന്റ് പാർക്കടാ. ഇവിടുന്ന് തെറിച്ച് വെള്ളത്തിലോട്ട് പോയി ആര് ഉത്തരവാദിത്തം പറയും? എന്റെ കർത്താവേ, അയ്യോ അതിന്നൊക്കെ പോയ തീർന്ന്. അതിന്ന് ഊർന്നിറങ്ങി നേരെ അങ്ങോട്ട് പോയ തീർന്ന്. അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓ അത് വേറെന്തോ സാധനം. ഓക്കെ പൊന്നു മക്കളെ, കോൾഡ് പിടിച്ച് ചാവറായി. കടലിലെ നടക്കുമ്പോൾ നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കടലിൽ നടക്കുകയാണ് ഗൈസ്. കാരണം ഇച്ച് നമുക്ക് അറിയാലോ. ഹൊറർ ഹോട്ടലോ? അത് കൊള്ളാലോ. ഹൊറർ ഹോട്ടല് കാണുമ്പോ തന്നെ ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. അവരൊക്കെ ചിരിച്ചിട്ടാ ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനും ഒന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇതാണ് ടർബോ. ഇതൊക്കെ അറിയാലോ ചു. ഫൈനലി ഡിസൈഡ് ചെയ്തിരിക്കുന്നു ടർബോ കോസ്റ്ററിൽ കയറാം. യൂഷ്വലി ഇവിടെ 6 പൗണ്ടാണ് ഒരു റൈഡിന്, മോസ്റ്റ് ഓഫ് ദ റൈഡിന്. ഇന്ന് പക്ഷേ ഒരു ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് എല്ലാ റൈഡിനും 2 പൗണ്ട് ഉള്ളൂ. കൊള്ളാം. ഞങ്ങൾ ഒരാൾക്ക് 6 പൗണ്ടാന്ന് വിചാരിച്ചിരിക്കണമെങ്കിൽ 2 പേർക്ക് 4 പൗണ്ടായുള്ളൂ. കൊള്ളാം. ഇതുപോലത്തെ 2 കാർഡ് നമുക്ക് കിട്ടും. ഇതുപോലത്തെ പാലസ് ബ്രൈറ്റൺ പാലസ് പിയർ കയറാൻ വേണ്ടിട്ട്. A few moments later. എന്റെ കിളി പോയി ഗൈസ്. ഞങ്ങൾ 2 പേരുടെ കിളി പോയി. ഞങ്ങൾ പിടിച്ച് ഉടായ്പ സെറ്റപ്പ് ആയിരിക്കുന്നു. പക്ഷെ ഒട്ടുമല്ല, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 12 പേരുടെ ഒരു റൈഡാ ഇത്. ആക്ച്വലി 12 പേരാവാതെ അവരെടുക്കത്തില്ല. പോയി. ഞാൻ പറയുവായിരുന്നെങ്കിൽ ഇതിന്ന് ഇറങ്ങിയിട്ട് എന്റെ കാല് വിറക്കുമായിരുന്നു. അത്രയും ഞാൻ പേടിച്ചു പോയി. അമ്മാതിരി ഒരു റൈഡറാ, കിടിലൊരു റൈഡറാ. ഇവിടുത്തെ ഗെയിംസ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് കോയിൻസ് യൂസ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള നോട്ടുകളോ അല്ലെങ്കിൽ വലിയ കോയിൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. കോയിൻ ചേഞ്ചിങ് മെഷീൻസ് ഇവിടെ കുറെ അവൈലബിൾ ആണ്. ഈ കോയിൻസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുറച്ച് ഗെയിംസ് എല്ലാം ആക്സസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ഗെയിംസിനകത്ത് ഇവർ യൂസ് ചെയ്തേക്കുന്ന ഈ ലെഗ്സ് കണ്ടല്ലേ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്സ് അല്ല ഇത്. അപ്പം പൊടിക്കാനൊക്കെ ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് അത് എടുത്തു കഴിഞ്ഞാൽ അത് എസ്പെഷ്യലി അതൊന്ന് ലൂസായി പോവും. പക്ഷേ ഈ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വാശി വരും, ഇതെങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളത്. ഈ ഒരു ബ്രൈറ്റൺ ഞങ്ങളുടെ ലൈഫിലെ നടക്കാതെ പോയ, ഞങ്ങളുടെ ഫസ്റ്റത്തെ 6 months നടക്കാതെ പോയ ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങൾ 2 പേരും മാത്രമുള്ള ഒരു കുട്ടി ഒരു ഡേ ഔട്ട് അല്ലെങ്കിൽ ഒരു 2 days ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ 2 ദിവസം ഞങ്ങൾക്ക് നൽകിയ ബ്രൈറ്റന് ഒത്തിരി നന്ദി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ 2 days ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഭയങ്കര റിലാക്സ്ഡ്, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ഫുള്ള്, അല്ല 1.5 ദിവസം ഫുള്ള്. നീ എന്ന് പറഞ്ഞത് ഈ ടേബിളൊക്കെ ഉണ്ട്, എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടറിയോ. അങ്ങനെ എല്ലാ ടേബിളിലും ആ ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്. ബൈ ബൈ റൂം. താങ്ക് യു ഫോർ എ ബ്യൂട്ടിഫുൾ
സ്റ്റേ ആൻഡ് നൈറ്റ് സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ബ്രൈറ്റൻ ഫോർ എ ബ്രൈറ്റ് 2 days ഓഫ് ഹോളിഡേ. അപ്പം തരാ ബൈ ബൈ. ബൈ ഗൈസ്.